ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉയർന്ന പത്രപരസ്യ വിവാദത്തിൽ വിചിത്ര വിശദീകരണവുമായി LDF. പത്രത്തിൽ സന്ദീപ് വാര്യരെക്കുറിച്ചുള്ള ചില ഭാഗങ്ങൾ നൽകിയത് LDF അഭ്യുദയകാംക്ഷികളാണെന്നും വിവാദ ഭാഗങ്ങളെക്കുറിച്ച് സ്ഥാനാർത്ഥിക്ക് അറിയില്ല എന്നും വിശദീകരണം. സുപ്രഭാതം, സിറാജ് പത്രങ്ങളിൽ നിശബ്ദ പ്രചാരണ ദിവസം LDF നൽകിയ പത്രപരസ്യമാണ് വിവാദമായത്. ഈ വിഷനാവിനെ സ്വീകരിക്കുകയോ ഹാ കഷ്ടം എന്ന തലക്കെട്ടോടെയായിരുന്നു സന്ദീപ് വാര്യർക്കെതിരെ CPM പരസ്യം നൽകിയത്. തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ഇക്കാര്യത്തിൽ LDF ചീഫ് ഇലക്ഷൻ ഏജന്റ് RDOയ്ക്ക് ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകുന്നത്. സ്ഥാനാർത്ഥിക്ക് പത്രപരസ്യം നൽകിയതിൽ പങ്കില്ല. സന്ദീപ് വാര്യരെക്കുറിച്ചുള്ള ഭാഗങ്ങൾ നൽകിയത് LDF അഭ്യുദയകാംക്ഷികളാണ്. ഭിന്നിപ്പിന് ലക്ഷ്യമുണ്ടായിരുന്നില്ലെന്നും വിവാദ ഭാഗങ്ങളെക്കുറിച്ച് അറിയില്ലെന്നും വിശദീകരണത്തിൽ LDF വ്യക്തമാക്കുന്നു. സന്ദീപ് വാര്യരുടെ നേരത്തെയുള്ള പാർട്ടി നിലപാടുകൾ ഉയർത്തിക്കാട്ടിയായിരുന്നു LDF പത്രപരസ്യം നൽകിയത്. സുപ്രഭാതവും സിറാജിലും പരസ്യം പ്രസിദ്ധീകരിച്ചു വന്നെങ്കിലും പാർട്ടി പത്രമായ ദേശാഭിമാനിയിൽ ഇതുണ്ടായിരുന്നില്ല. ചില പ്രത്യേക പത്രങ്ങൾ മാത്രം പരസ്യത്തിനായി തെരഞ്ഞെടുത്തതും വിവാദമായിരുന്നു. അനുമതി വാങ്ങാതെയാണ് പരസ്യം പ്രസിദ്ധീകരിച്ചതെന്ന വിവാദവും ഉടലെടുത്തു. MC സെല്ലിന്റെ അനുമതി വാങ്ങാതെ അഡ്വറ്റോറിയൽ ശൈലിയിലാണ് പരസ്യം നൽകിയത്. പ്രീ സർട്ടിഫിക്കേഷൻ വാങ്ങിയ ശേഷമായിരുന്നു പരസ്യം നൽകേണ്ടതെന്ന ചട്ടവും മറികടക്കുകയായിരുന്നു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.